ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മളിന്ന് ഫോർസ ഹൊറൈസൺ ഇറങ്ങിയപ്പോൾ നമുക്ക് കിട്ടിയത് റെയിൽ ഹൊറൈസൺ എന്ന് പറഞ്ഞ ഗെയിമാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ കുറച്ച് പവർ കൂടിയ നട്ടിക്കത്ത പച്ചക്കാവാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഗായ്സ്, ഗെയിമോട് ലോഡിങ് ആവുന്നുണ്ട്. നെറ്റ് ഓഫ് ആക്കിയിട്ടാണ് ഈ കളിച്ചുകൊണ്ട് നിൽക്കുന്നത്. പ്ലേ സ്റ്റോറിൽ കിട്ടുന്ന ഈ ഗെയിം ഞാൻ ഫോണിലാണ് കളിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ജോയിൻ റൈസ്, നമുക്ക് പ്ലേ കാരിയർ എന്നാണ് പറഞ്ഞേക്കണം. സ്പ്രിൻറ്റ് ഡെസേർട്ട് ആ ഗെയിമാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നല്ല സെറ്റ് ബി ജി എം കേട്ടോ ഗൈസ്. ഇഷ്ടപ്പെട്ട ഈ ഗെയിമിൻ്റെ ബി ജി എം. ഇപ്പോൾ ഗൈസ് നമ്മുടെ ഇത് തുടങ്ങിയിട്ടുണ്ട്. നല്ല ബി ജി എം ഒക്കെ ഉണ്ട്. കൊള്ളാം. ഫസ്റ്റ് റേസാണ്. എനിക്ക് എങ്ങനെ കളിക്കേണ്ടതെന്ന് പോലും അറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഗെയിം കളിക്കുന്നതല്ല. അപ്പോൾ ഗൈസ് നമ്മുടെ വണ്ടി പോകുന്നുണ്ട്. വണ്ടിക്ക് നടക്കും പോലെ പോയിട്ടുണ്ട്. പേസ് നമ്മുടെ പ്ലേ പറയുന്നുണ്ട്. ഞാൻ പ്ലേ കൊടുത്തു. അപ്പോൾ പ്രോഗ്രസ്സൊക്കെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഫോർസ ഹൊറൈസൺ പോലെയെന്ന് പറയാൻ പറ്റില്ല. ഫോർസ ഹൊറൈസണിൻ്റെ ഒരു കോപ്പി പോലത്തെ ഗെയിമാണെന്ന് തോന്നുന്നു. എന്തായാലും പ്രോഗ്രസ്സും പൊസിഷനൊക്കെ കാണിക്കുന്നുണ്ട്. 4 പേരാണ്. അതിൽ 4ാമതാണ്. ഇപ്പം നമ്മൾ 3ാമതായി. ഇപ്പോൾ ഗൈസ് നമുക്ക് നേരെ റേസ് ചെയ്യാം. നമുക്ക് ടൈമൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പോൾ എല്ലാം ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ റേസ് ചെയ്യാൻ തോന്നും. പെട്ടെന്ന് സ്റ്റക്ക് വന്നു. എന്താണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഇവരെ വെട്ടിച്ച് കയറി അത്യാണ് വെട്ടിച്ച് ഇവിടെ അവൻ തട്ടുന്നുണ്ട്. എനിക്ക് ഞാൻ പണിയരടാ. നിൻ്റെ പുതിയ കാറ് ഞാൻ ഇപ്പോഴാണ് അടിച്ച് പൊട്ടിക്കും. ഇതേ ഒരു ഗൈസ് ചെറ്റ് പോണു. ഹായ് ചെറ്റ്. ശരിയെന്നു. ഇതേ ഒരുത്തം മഞ്ഞി. നീ ആരടാ? ഗൈസ് റീവൈൻഡ്. ഞാൻ തൊട്ടതും കൂടിയില്ല. വേറെ ഇതിൽ ഞാൻ പ്ലേ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ സാധനം സ്ലോ മോഷൻ ആക്കി ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. റിവൈൻഡ് എൻ്റെ മോനെ പൊളിച്ച്. ഇപ്പോൾ ഗായ്സ് ഞാൻ പൊക്കോണ്ടിരിക്കണേന്ന്. ജയിച്ചു. ദിസ് റേസ് ഗ്രേറ്റ്. ഓ ഗായ്സ് ജയിച്ചേ. ഫസ്റ്റ് റേസാണ് നമ്മൾ ജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഗായ്സ് നമുക്ക് ഫ്രീ ആയിട്ട് നമ്മുടെ ഗെയിം പ്ലേ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ പോണു. ഇതേ ഒരുത്തരം തട്ടിഞ്ഞ് തപ്പി വരുന്നത് കറക്റ്റായിട്ട് ക്യാപ്ചർ ചെയ്തിട്ടുണ്ടല്ലോ. ചേടാ ഒരു വേറെ കാർ ഓടിക്കണമെന്നുണ്ട്. ഈ കാർ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും കൊള്ളാം. അതൊക്കെ ചില്ലൊക്കെ പൊട്ടിന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ജയിച്ച് റേസ് ഗേറ്റ് മേക്ക് എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 സ്ക്രാച്ച് ഉണ്ട്. എന്തത്? ഇതിൽ 59. അയ്യോ, ഇതിൽ 2ആണ് കാണിക്കുന്നത്. ഇവിടെ 65. നമുക്ക് ഫസ്റ്റ് 65 എടുക്കാം. കൂടിയത് എടുക്കാം. കാരണം കൂടിയത് എടുത്തിട്ട് നമുക്ക് അടിച്ച് കുറഞ്ഞെടുക്കാൻ പറ്റുമെന്ന് നോക്കാം. എടുക്കാൻ പറ്റുമോ? അത് കുറച്ച് മായ്ക്കാനുണ്ടായിരുന്നു. ഇത് ഫുൾ എടുത്ത് 2 കാണിച്ചല്ല. അപ്പോൾ ഇത് കൊടുക്കാൻ പറ്റില്ലേ? അതിന് നെറ്റ് വേണമല്ലോ. ഞാൻ നെറ്റോണൊക്കെ കളിക്കാം നോക്കാം അത്യാവശ്യം. ജയിച്ചിട്ടുണ്ട്. വീണ്ടും ലോഡിങ് സ്ക്രീൻ. ഇതെന്താ ഇത്? നമ്മുടെ ഷോറൂമിലേക്കാണ് വന്നത്. ഇതേപോലെ ഇത് കാണിച്ചിട്ടുണ്ട്. നമ്മുടെ കാറും ഉണ്ടാവും. ഇത് ലിക്വിഡിൻ്റെ ബ്രാൻഡ്. അപ്പോൾ പുതിയ കുറേ കാറൊക്കെ ഉണ്ട്. എൻ്റെ മോനെ കൊള്ളാം. ഇത് സ്റ്റോക്ക് എല്ലാത്തിൻ്റെ മുകളിൽ സ്റ്റോക്കൊന്നും ഇടണം. അതിൻ്റെ അവിടെ കാറിൻ്റെ പേര് വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനത്തെ കാറൊക്കെ ഉണ്ട് കേട്ടോ. അത്രയും കാർ വരെ ഉള്ളൂന്ന് തോന്നുന്നു. എന്തായാലും അതിനൊക്കെ ഭയങ്കര പൈസയാണ്. നമ്മുടെ കയ്യിലിപ്പോൾ 100 ആയിട്ടുള്ളൂ. ഇപ്പോൾ വീണ്ടും അതേ സാധനം തന്നെ എടുത്ത് കളിക്കേണ്ട വരും. ഫ്രീ മോഡ് ഇല്ലെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ നോക്കട്ടെ. ഫ്രീ മോഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനി ഗെയിം പ്ലേ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ടു മോർ പാർട്സ്. ഓക്കെ നമ്മുടെ ഗെയിം ഇവിടെ അടുത്ത റേസ് സ്റ്റാർട്ടായിരിക്കുന്നു. റേസ് പോകുമ്പോൾ 3, 2, 1 ലെറ്റ്സ് ഗോ. ഞാനിങ്ങനെ മറ്റൊരു വണ്ടി തിരിച്ചിട്ടുണ്ട് ചെയ്ത. ഓക്കെ ഗൈസ്, നമ്മൾ നേരെ പോകണത് അവൻ്റെ മുമ്പിൽ പോകണ വണ്ടിയുണ്ടോ? കൊള്ളാലോ ഈ മഞ്ഞ വണ്ടി. അവർ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുമെന്ന് തോന്നുന്നു. ഇനി വളർന്നു വേണം. വീട്ട് വല്ല സ്വന്തം പണി എടുത്തെടുക്കട്ടെ. നല്ല സെറ്റ്.
എയർ ഡ്രിഫ്റ്റ് ഉള്ള ഐസ് എയർ ഡ്രിഫ്റ്റ് അടിച്ച്. അപ്പോൾ ഐസ് നമുക്ക് ദൈവം നേരെ പോയിട്ട് ഒറ്റ തിരികടി തിരിച്ച് വണ്ടി പാളിപ്പോയി, കയ്യിൽ നിന്ന് പാളിപ്പോയി. കൺട്രോളില്ല ഈ വണ്ടിക്ക്, അത്ര കൺട്രോളില്ല. എന്നാലും നമുക്ക് നേരം പോവാം. ഇല്ല ലംബോർഗിനിയും കിട്ടിയിരുന്നെങ്കിൽ നന്നായി. ഇപ്പോൾ കായ്സ് നമ്മൾ കൊണ്ടുവന്നു. ഇപ്പോൾ ഈ ചാവില്ലല്ലോ, ലാപ്പ് കടന്നു, സെക്കൻഡ് ലാപ്പ് എത്തി. റിവൈൻഡ് അത് തന്നെ നമുക്ക് സൈഡ് എടുത്ത് റിവൈൻഡ് അടിക്കാൻ പറ്റും നോക്കട്ടെ. ഷിന്നോന് ഫുള്ള് ഡ്രിഫ്റ്റാണുള്ള വണ്ടി കൺട്രോൾ കിട്ടുന്നില്ലല്ലോ. ലാസ്റ്റ് സ്ട്രീറ്റിനെ പിടിച്ച് പോകുന്നുണ്ട്. അവന്മാരുടെ സൈഡിൽ കൂടി പോട്ടല്ലോ, അവന്മാരെ ഇപ്പുറത്തോടി കൊണ്ടുപോകുന്നത് നമുക്ക് ഇപ്പുറത്തോടി കൊടുക്കുവാണ്. അടുത്ത റിവൈൻഡ് ഞാൻ റിവൈൻഡ് ഒന്ന് കറക്റ്റാക്കിയിട്ട് തന്നെ പോട്ടെ ആദ്യം അവന്മാരവിടെ അവിടുന്ന് വന്നിട്ടുണ്ട്. ഏറ്റവും വേണ്ടി ഇപ്പോൾ നാരായണമായിരുന്നു. അപ്പോൾ വലിയ ഭാഗ്യമായി. ഇപ്പോഴും റേസ് 50% പ്രോഗ്രസ് ആയിട്ടുണ്ട്. ചത്ത് ചത്ത് എന്തായാലും റേസ് തോറ്റെന്ന് തോന്നുന്നു. ക്യാമറ മാറ്റിയല്ല, ക്യാമറ മാറ്റാൻ പറ്റുമായിരുന്നു. ക്യാമറ മാറ്റിയിട്ടത് തേടില്ലാത്തൊക്കെ കഴിഞ്ഞ്. എന്നാലും നമുക്ക് സ്ഥാനത്തിനുള്ളിൽ കഴിഞ്ഞിട്ടുണ്ട്. എന്താ വന്ന വഴി എന്നെ ജയിച്ച് വീണ്ടും കണ്ട അങ്ങനെ എന്താണിത്. അപ്പോൾ പൊസിഷൻ 2 ആയി. എന്തോ ഒരു ഭാഗ്യത്താൽ നമ്മുടെ ഗിയറൊക്കെ 5ലാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ആ സ്പീഡ് ലിമിറ്റിൻ്റെ സ്ഥലത്തിൻ്റെ താഴെ കേൾക്കണം. ഗിയറൊക്കെ 5ലാണ് നടക്കുന്നത്. ഒന്നാമത്തേനെ വെട്ടിച്ച് തോന്നുന്നത് വെട്ടിച്ച് ഒന്നാമത്തേനെ വെട്ടിച്ച് അതുപോലെ തന്നെ എടുക്കുകയും ചെയ്തു. കേട്ടൂല ഞാൻ വെട്ടം നിൽക്കും. കേട്ടൂല മോനെ, കേട്ടൂല. ലോൾ ആൽവേസ് ഫസ്റ്റ് ഫിനിഷ് ഫസ്റ്റ് ചെയ്തു. വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത്. ഇനി തീരെ നമ്മുടെ ഗ്യാരേജ് പോകാൻ പറ്റില്ല. നമ്മളെങ്ങോട്ടാ പോകണമെന്ന് അറിയില്ല. പോവാം. ഷോറൂമിലോട്ടാ വന്നു. അത് നമുക്ക് നമ്മുടെ പൈസ തൊട്ടപ്പോൾ നമുക്ക് 195 കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ പൈസ കിട്ടിയില്ലെന്ന് തോന്നുന്നു. എന്തായാലും അപ്പോൾ വണ്ടി എടുക്കാൻ വേണമെങ്കിൽ 300 വേണം. അത്രയും വരെ തന്നെ കൊണ്ട് വരിക. എന്തായാലും ഞാൻ അടുത്ത റേസ് ഡ്രിഫ്റ്റ് റേസാണ്. 100% അതായത് റേസ് ഡ്രിഫ്റ്റ് റേസാണ്. കൊള്ളാമെന്ന് തോന്നുന്നു. ഡ്രിഫ്റ്റ് റേസാണ്. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഡ്രിഫ്റ്റൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിച്ചു. ചിലപ്പോൾ ഡ്രിഫ്റ്റൊക്കെ ഉണ്ടാകാം. എൻ്റെ ബാക്കിൽ ആരുമില്ല. അയ്യോ കളിക്കാൻ ആരുമില്ല. പൊസിഷൻ 4 തന്നെ. എന്തോ സാധനം, എന്തോ ബുള്ളറ്റാ. തോക്കൊരു വീഡിയോ വെക്കാൻ പറ്റുമോ? പൈസ പോയിട്ടാകുമ്പോൾ അത് എടുക്കണം. എൻ്റെ സൈഡിൽ കൂടി പോയാലും മതി. എന്താണെന്നറിയാൻ പാടില്ല. ഞാൻ നടക്കൊടുക്കുന്നു. ആ സൈഡിൽ കൂടി പോയി കിട്ടും. നമ്മളത് എടുത്ത് വീണ്ടും തിരിച്ച് കൈസ പറഞ്ഞ് ഡ്രിഫ്റ്റ് പ്രതീക്ഷിച്ചൊന്നും തരാം. നമ്മുടെ സെറ്റിൽ ഡ്രിഫ്റ്റ് വിത്ത് ടയറിൻ്റെ സൈഡിൽ ക്യാമറ വെച്ചിട്ട് നമ്മൾ ഡ്രിഫ്റ്റ് എടുത്തിട്ടുണ്ട്. അടുത്ത ഡ്രിഫ്റ്റ് അൺസക്സസ്ഫുൾ അല്ലേ. കൊള്ളാം റേസുള്ള ഗെയിമും കൊള്ളാം. അപ്പോൾ ഞാൻ ഗെയിം ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണേന് ശരിയാ. അപ്പോൾ ഓരോ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്താൽ ഈ വീഡിയോയുടെ കുറേ ഗെയിംസ് വരും. ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ട് എൻ്റെ കൺട്രോൾ പോയി. അതുകൊണ്ട് ഞാൻ മുന്നില്ല. അപ്പോൾ മുന്നില്ല. അവനെ നോക്കി കാര്യം ചെയ്യാം. റേസ് കഴിയുമ്പോൾ വിട്ടാം.
ഗൈസ് നിങ്ങൾക്ക് ചെറുതായിട്ട് റേസിൻ്റെ സൗണ്ട് കേൾക്കുമെന്നോ എന്നൊക്കെ ഡൗട്ടുണ്ട്. കേൾക്കുന്നുണ്ടെങ്കിൽ നല്ല രസമല്ലേ ബി ജി എം കൊള്ളാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇതേ വീണ്ടും ഇടിച്ച് ഷെടാ ഞാൻ വായ പറഞ്ഞ അപ്പിടിയിലാണല്ലോ. എന്തായാലും ഗൈസ് ഞാൻ വീണ്ടും മുന്നടിക്കുന്നു. എൻ്റെ സൗണ്ട് ഒരുമാതിരി സൗണ്ടായിരുന്നു. എനിക്ക് എൻ്റെ സൗണ്ട് എനിക്കിഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാൻ അത്രയ്ക്കും എനിക്ക് സംസാരിക്കണം അത്രയ്ക്കും ഇതില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും ഞാനിന്ന് യൂട്യൂബ് ചാനൽ എന്തെങ്കിലും ഉണ്ടാക്കി ഇത് വെച്ചേക്കണത്. വോയിസ് ഒരു മൈക്കൊന്നുമില്ല. നമ്മളിപ്പോൾ ഷോട്ടെന്ന് പറയുന്ന ആപ്പിൽ കൂടി എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ സൗണ്ട്. മൈക്കോ എല്ലാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്കൊരു ഒരു കൈ നോക്കാമായിരുന്നു. എന്തായാലും ഈ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടിയിട്ട് വേണം എനിക്കൊരു PC വാങ്ങാൻ. ആ PC വെച്ച് ഞാൻ ഒരു കലക്കലുണ്ട് മോനെ. അയ്യോ ആ രക്ഷപ്പെട്ടു. ആ പൊസിഷൻ 98%. ഇതാണ് എൻഡിങ്. ഗായ്സ് എൻ്റെ മുമ്പിൽ കണ്ട എൻഡിങ്ങാണ്. അങ്ങനെയെങ്കിൽ ആദ്യം അതിനുള്ളിൽ കയറിപ്പോയിരുന്നെങ്കിൽ ഞാനിപ്പോൾ ജയിച്ചിരുന്നത്. ഫിനിഷ് 2 റേസ് കഴിഞ്ഞപ്പോൾ ഞാൻ പൊട്ടനായി. ഇപ്പോൾ ഗായ്സ് നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഗായ്സ് എന്തായാലും എനിക്ക് ഈ ഗെയിം ഇഷ്ടപ്പെടുന്നല്ലേ, കൊള്ളാമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കുറച്ച് കൂടുതൽ ഇത് വേണമെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി പാർട്ട് അതായത് ഈ ഗെയിമിൻ്റെ കുറച്ചും കൂടി വിവരം വേണമെങ്കിൽ നിങ്ങൾ ഇതെന്താ ഇത് സംഭവം എന്താണ്? പോയി. പൈസ നല്ല കാറായിരുന്നു. ഷേടാ ആ കാർ എവിടെയെന്ന് നോക്കട്ടെ. കാർ ഇവിടെയൊന്നും ഇല്ലല്ലോ. ഷേടാ ആ കാർ പുതിയതാണെന്ന് തോന്നുന്നത്. പക്ഷേ ഫ്രീ ആയിട്ടായിരുന്നെങ്കിൽ നമുക്ക് സെറ്റ് കാറ് ഇത് മര്യാദക്ക് കൺട്രോൾ ഇല്ല. ഇതിൻ്റെ കമ്പനി പേര് പോലും കാണാൻ പറ്റില്ല. അപ്പോഴാണ് അപ്പോൾ നമ്മുടെ 211 ഉണ്ട് ക്രെഡിറ്റ്. നമുക്ക് ഇതേ 3% കംപ്ലീറ്റ്. അപ്പോൾ നമ്മൾ ഓഫ് റോഡാണ് അടുത്ത ഓഫ് റോഡാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. അതിന് മുമ്പ് നമ്മൾ 3 റേസ് കഴിഞ്ഞ് ഈ വീഡിയോ തന്നെ ഞാൻ കുറച്ച് റേസൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. അതൊന്ന് നോക്കട്ടെ. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമുക്ക് നേരെ ഗെയിമിലേക്ക് 3, 2, 1 സ്റ്റാർട്ട്. അത് തന്നെ പോട്ടെ. 1% പ്രോഗ്രസ് 4.4. എൻ്റെ മോനെ ഇതൊരു തരം ഡ്രിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. ഡ്രിഫ്റ്റ് ഉണ്ടോ ഞാനും എൻ്റെ മുമ്പിൽ നിൽക്കണമെന്നുണ്ടോ? അപ്പോൾ ഇതൊന്നും ഇൻവിസിബിൾ കാർ അല്ലേ, ബ്ലാക്ക് ആയിരുന്നിട്ട്. ഞാനും എൻ്റെ മുമ്പിലുള്ള 1 ഡ്രിഫ്റ്റ് ആയിരുന്നു. നീ പോടാ അതിനകത്ത് വേണ്ടി ഇത് തന്നെ ആവശ്യമുള്ള സ്ഥലങ്ങളിൽ ഇവര് തന്നെ നമുക്ക് റിവൈൻഡ് എന്ന് പറഞ്ഞ സാധനം ഇട്ടൊരു എന്തായാലും മനസ്സിലാന്തി പൊക്കോട്ടിക്കത്തേ വന്നു പറഞ്ഞു. എന്താ വയ്യേ അപ്പോൾ സബ്സ്ക്രൈബ് മാത്രമല്ല ലൈക്കും പറയുന്നുണ്ട്, ഷെയറും പറയുന്നുണ്ട്. മുഖി പോണത് പുക പോലെ എടുക്കുന്നത് കാരണം അതിൻ്റെ ബാക്കിൽ കൂടി ഇതൊക്കെ പോകുന്നത്. എന്തായാലും അടുത്ത പൊക്കം വന്നു. ഫ്ലൈറ്റ് അടുത്ത പൊക്കം വന്ന് റിവൈൻഡ് ഫ്രണ്ട് ബോർഡ് അടിക്കാൻ തോന്നുന്നു. ഭയങ്കര ബാക്കിലോട്ട് വന്നു. നല്ല അത് സംഭവം ഭയങ്കര ബാക്കിലോട്ട് വന്നു. ഇതിൽ ചാട്ടലെത്തി. ഇത് നമ്മളൊരൊറ്റ തിരിക്കലാണ്. ഇങ്ങനെ തിരിച്ചിട്ട് നമ്മളൊരൊറ്റ മറ്റേ ഭാഗത്തോട്ട് തിരിക്കുമ്പോൾ വണ്ടിയുടെ കണ്ടോട്ട് ചെറുതായിട്ട് പോകാൻ സാധിച്ചിട്ട് ഇപ്പുറത്തെ വണ്ടിയുടെ കണ്ടോട്ട് ഇതുപോലെ പെട്ടെന്ന് റേസ് തീർന്നുകൊണ്ടിരിക്കണ 25 3-ാം സ്ഥാനമായിട്ടുള്ളൂ. ഞാൻ ഫസ്റ്റ് അടിക്കാൻ നോക്കട്ടെ കേട്ടോ. ഇതാണെന്ന് തോന്നുന്നത്. അല്ല ഗൈസ് അടുത്ത ചാട്ടൽ. ഈ ചാട്ടൽ നമ്മളവനെ വെട്ടിച്ചിട്ടില്ല. അവരുടെ അടുത്തുനിന്ന് ഞാൻ സ്ക്രാച്ച് ആക്കിയിട്ട് പോയിട്ടുണ്ട്.
ഷടാ കൺട്രോൾ വണ്ടി തിരിച്ചിവിടെ വന്നേക്കുന്നത്. ഷടാ ഈ വണ്ടീനെ കൊണ്ട് ഓക്കെ ഗൈസ് അവനെ നൈസായിട്ട് വെട്ടിച്ച് ആ ചാട്ടത്തിൽ അവനെയും വെട്ടിച്ചിട്ട് നമ്മൾ കയറുന്നു. അത് ശരി നീ പോടാ. അപ്പോൾ ഗൈസ് അവൾ ജയിച്ചാൽ പോകുന്നു. 100% കംപ്ലീറ്റഡ്. ഒരു മിനിറ്റ് ഇപ്പം ഷടാ ഗൈസ് 100% കംപ്ലീറ്റഡ്. ജയിച്ചു. അപ്പോൾ ഗൈസ് നമ്മൾ മൂന്നാമത്തെ റേസും മൂന്നാമല്ലേ അറിയില്ല ഏതൊരു റേസ് മൂന്നാമതാണ് നാലാമത്താണെന്ന് അറിയില്ല. ആ റേസും നമ്മൾ കംപ്ലീറ്റ് ആക്കി ഫസ്റ്റ് അടിച്ചിരിക്കുന്നു ഗൈസ്. ഫസ്റ്റ് അല്ലേ? ഫസ്റ്റ് ഗൈസ് നമുക്ക് അടുത്ത റേസ് എന്താണെന്നൊക്കെ പോയി നോക്കേണ്ട വരും. നമുക്ക് എന്തായാലും ഡയറക്റ്റ് അടുത്ത റേസിലോട്ട് പോവാം. അടുത്തത് സ്റ്റണ്ട് റേസാണ് ഗൈസ്. നമ്മൾ ഇതിന് മുമ്പ് 4ാമത്തെ റേസാണ് ഉള്ളത്. 5ാമത്തെ റേസാണ് സ്റ്റണ്ട് റേസ്. അപ്പോൾ ഗൈസ് ഇതെന്താ അയ്യോ ഗൈസ് ഞാൻ ഇതൊരു വട്ടം പിടിച്ചിട്ടും എനിക്ക് വീണ്ടും വേറൊരു റേസ് വന്നിട്ടുണ്ട്. ഇതെന്താ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. നേരത്തെ റേസിൽ ആൾക്കാരുണ്ടായിരുന്നു. എൻ്റെ മോനെ ഇത് സീൻ നിങ്ങൾക്ക് ഇതിൻ്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ കുറച്ചേരം ഇത് സൗണ്ട് ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ ഒന്ന് മിണ്ടാണ്ടിരിക്കുന്നതാണ്. വേണമെങ്കിൽ റേസ് കഴിയണവരെ ഞാൻ വേണമെങ്കിൽ മിണ്ടാണ്ടിരിക്കാം. എന്തായാലും ഞാനിപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിനോണ്ട് ഞാനിപ്പോൾ ഒന്നും മിണ്ടുന്നില്ല. റേസ് കഴിയട്ടെ. നിങ്ങൾ ഈ സൗണ്ട് തുടങ്ങുന്നത് സെറ്റ് സൗണ്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഈ സൗണ്ട്. എന്തായാലും ഞാൻ ഇപ്പോൾ വീഡിയോയുടെ ഇറക്കും. നിങ്ങൾ കേട്ടിട്ട് പോട്ടോ. അപ്പോൾ ഗൈസ് റേസിൻ്റെ ഇടയ്ക്ക് വെച്ച് 2 റീവൈൻഡ് വന്നിട്ടുണ്ടായി. കാരണം ഞാനൊന്ന് അറിയാണ്ട് ഇടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ സൗണ്ട് കേട്ടില്ലേ? സൗണ്ട് എങ്ങനെയാണെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. വണ്ടിയുടെ കൺട്രോൾ പോകുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ സെക്കൻഡാണ് ജയിച്ച് തോറ്റ് ഗൈസ്. അയ്യോ സെക്കൻഡ് കിട്ടി. ഇതായാലും നമ്മൾ അവനെ വെട്ടിച്ച് റേസ് അവസാനമൊക്കെ കയറി കിട്ടാം. നമുക്ക് സെക്കൻഡ് എത്തി. 1 മിനിറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കുറച്ച് കാണാൻ പറ്റുള്ളൂ. ഇവിടുത്തെ ഈ സാധനം തീരണം വരെ നമ്മൾ സ്കിപ്പ് പിടിച്ചോട്ട്. അപ്പോൾ ഗൈസ് നമ്മുടെ റേസ് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ കാറിൻ്റെ സൗണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് അടുത്തത് ഇവിടെ 49ആണ് ഗൈസ്. ഇവിടെ 40ആണ്. നമുക്ക് ആദ്യം 49 നോക്കണം. ഇവിടെ 61. അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമുക്കിത് വേണം, ആഡ് വേണം. അപ്പോൾ ഗൈസ് ഒന്നാമത്തെ അത് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് രണ്ടാമത്തെ ചെയ്യാം. 2 4 4 8 ഓക്കെ 89,000 ക്രെഡിറ്റ് കിട്ടി. കൊള്ളാം. ഗെയിം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഗൈസ് അടുത്ത റീസൺ കൂടി നമുക്ക് എന്താണെന്ന് നോക്കിയിട്ട് എനിക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യണ കാര്യം നോക്കട്ടെ. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെയും ഒരു സബ്സ്ക്രൈബും ഒരു ലൈക്കും ചെയ്ത് കഴിഞ്ഞാൽ ഞാനിതിൻ്റെ കൂടുതൽ ഭാഗം ഇറക്കുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് ഞാനൊരു വണ്ടി വാങ്ങാൻ വേണ്ടി 390 ക്രെഡിറ്റ് ഉണ്ട്. നമുക്ക് ഈ വണ്ടി നിങ്ങൾ മാറിയേക്കാം. കാർ ട്യൂൺ ചെയ്യാൻ എനിക്ക് അറിയില്ല ഗൈസ്. നിങ്ങൾക്ക് അറിയുമെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഗെയിം ഇഷ്ടപ്പെടുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിൽ ഡൗൺലോഡ് ചെയ്തു റെയിലി ഹൊറൈസൺ. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത റേസ് എന്താണെന്ന് നോക്കാം. 4% കംപ്ലീറ്റഡ്. ഇതെന്താ ഇത്? പെട്ടെന്ന് ബാക്ക് അടിച്ച് നോക്കാം. ഓക്കെ ഇതുണ്ടാവും നോക്കാം. ഏത് നമ്മുടെ ഇവന് കള്ളനാ മാസ്ക് ഇട്ടിട്ടുണ്ടാകും. കള്ളനെ പോലെയാണ് തോന്നുന്നത്. നേരം കഴിച്ച് നോക്കാം. അടുത്ത റേസ് നോക്കാം. എന്താ ഇതെന്തോരം ഉണ്ട്. അവസാനത്തെ ലെവലാകുമ്പോൾ നമുക്ക് ഓപ്പൺ വേൾഡിൽ ഇല്ലെന്ന് തോന്നുന്നു. എന്തായാലും
കുഴപ്പമില്ല ഗൈസ്, ഞാൻ എന്തായാലും മാക്സിമം നോക്കാം. ഒരു ഗെയിമും കൂടി ഉണ്ട്. നിങ്ങൾക്ക് ആ ഗെയിമിൻ്റെയും ഗെയിം പ്ലേ വേണമെങ്കിൽ നിങ്ങൾ ഡു കമൻറ്റ് ബിലോ, ഞാനത് ചെയ്യുന്നതായിരിക്കും. ഇതൊന്ന് സ്റ്റൺ റേസ് ആണ് ഗൈസ്, എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. സ്റ്റൺ ഡെസേർട്ടിലെ സ്റ്റൺ റേസ്, ഡ്രിഫ്റ്റൊക്കെ ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, കാരണം സ്റ്റണ്ണായതുകൊണ്ട്. ഇത് പുതിയ കാറാണ് ഗൈസ്. ഈ കാറിൻ്റെ സൗണ്ട് കേൾക്കണമെങ്കിൽ ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്യേണ്ടി വരും, ഞാൻ സംസാരിക്കണമെന്ന് ഓഫ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഗൈസ് ഞാൻ ഈ സംസാരിക്കുന്നത് നിർത്തുന്നുണ്ട്, നിങ്ങൾ കേട്ടോളൂ. അപ്പോൾ ഗൈസ് വണ്ടിക്ക് അത്രയ്ക്ക് കൺട്രോളിങ് ഒന്നുമില്ല, അതുകൊണ്ട് വണ്ടി നമ്മുടെ കയ്യിൽ ഇങ്ങനെ നീങ്ങണത് നമുക്ക് ട്യൂൺ ചെയ്യേണ്ട വരുന്നു. ഇപ്പോൾ 31% പെട്ടെന്ന് 32 4ാമത്തെ പൊസിഷനാണ് ഇപ്പോഴും. എന്തോ എന്ത് ചെക്ക് പോയിൻ്റ് എടുക്കണം എന്ന് തോന്നണം, അല്ലെങ്കിൽ നമ്മൾ തോക്കും ഗൈസ്. ചെക്ക് പോയിൻ്റ് എടുത്തേക്കാം. എന്തായാലും ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ഞാൻ വാക്കൊന്നും വലിക്കുന്നില്ല. ഞാൻ എന്തായാലും ഞാനൊന്ന് ഉണ്ടാണ്ടിക്കുകയാണ്, നിങ്ങൾ കേട്ടു. ഗൈസ് പാക്ക് എടുത്തപ്പോൾ നിങ്ങളൊരു സൗണ്ട് കേട്ടത്, ഒരു ജമ്പ് വരുന്നുണ്ട്. നല്ല ചുറ്റും ജമ്പ് വരുന്നത്, ഇടിക്കുന്നു. ഇടിച്ചില്ല. എൻ്റെ മോനെ, ഈ വണ്ടി സെറ്റായിട്ടുണ്ട്, പക്ഷെ ട്യൂൺ ചെയ്തെടുത്തതിന് ഇതിനെക്കാട്ടും പൊളിയായിരിക്കും വണ്ടി. ഗൈസ് വീണ്ടും ഒരു കറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അടുത്തൊരു കുട്ടി ജമ്പ് വരുന്നുണ്ട്, നമ്മൾ ആ ജമ്പ് സക്സസ്ഫുള്ളി കടത്തിരിക്കുന്നത്. ഇതുവഴി അയ്യോ ഇടിച്ച്, എടാ ഗൈസ് അവിടെ ഇടിച്ച് ഉണ്ട്. എന്തായാലും നമുക്ക് ഗെയിം പ്ലേ നിങ്ങളെ കണ്ടോളൂ. അപ്പോൾ ഗൈസ് നമ്മൾ ജയിച്ചിരിക്കുന്നത് 2ാമതെത്തി ഗൈസ്. പൊസിഷൻ 2 ആയിരുന്നു, ഫിനിഷ് 2. 10 ഇതെടുത്തു. എന്തായാലും നമുക്ക് ഗെയിം പ്ലേയുടെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ കണ്ടോളൂ. ക്യാമറ ചെറുതായിട്ട് ചേഞ്ച് ആക്കിയതാണ്. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയറൊക്കെ ചെയ്യണേ. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇനിയും ഗെയിംസ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഇതുപോലത്തെ ഒരു ഗെയിമും കൂടിയുണ്ട്, ആ ഗെയിമും വേണമെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി, ഞാനൊന്ന് ചെയ്യാം. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ഇട്ട് വരാം. ബൈ.